നികൃഷ്ടജീവി കുലംകുത്തി. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നിഘണ്ടുവിൽ ഇത്തരം പദപ്രയോഗങ്ങൾക്ക് ഒരു കാലത്തും ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയതായി ചെറ്റത്തരം പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം പരാമർശമൊക്കെ തന്നെ വലിയ രീതിയിൽ ആയുധമാക്കുന്നുണ്ട് പ്രതിപക്ഷം. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ വിവാദം ഉണ്ടായിരുന്നത് വീട്ടിൽ പോയി ചോദിക്കുക എന്ന പരാമർശമായിരുന്നു. അതും ചർച്ചയാക്കാനിരിക്കുകയാണ് പ്രതിപക്ഷം. പരാജയ ഭീതി മൂലം മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ലാത്തയാളാണ് മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചപ്പോൾ പൊതുയോഗത്തിന് അതിൻ്റെ രീതിയുണ്ടെന്നും അത് തെറ്റിച്ചാൽ ഇങ്ങനെയാകും മറുപടി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സുധാകരനെതിരായ വിവാദ പരാമർശത്തെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. കോന്നിയിലെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലെ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ച CPM പ്രവർത്തകനോട് പറഞ്ഞ വീട്ടിൽ പോയി ചോദിക്കുന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് വിവാദമായത്. തിരഞ്ഞെടുപ്പിനിടെ വീണ്ടുകിട്ടിയ അവസരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ശരിവെക്കുന്നതാണ് കോന്നി സംഭവം എന്നതാണ് പ്രതിപക്ഷത്തെ സന്തോഷിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്. കോന്നിയിലെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ പരാമർശം നേതാവിന് ചേർന്നതല്ലെന്നും UDF ചൂണ്ടിക്കാട്ടുന്നു. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. വീട്ടിൽ പോയിട്ടല്ല, തെരുവിലിറങ്ങി ജനങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങളുടെ ദുഷ്ചെയ്തികളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ പരാമർശത്തെ ന്യായീകരിക്കുന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ പൊതുയോഗത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആളും ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. സുധാകരനെതിരായ രാഷ്ട്രീയ ചെറ്റത്തരം പരാമർശത്തെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞെന്താ? ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എനിക്ക് മനസ്സിലാകുന്നില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.